പെഡിക്യൂർ നമുക്ക് ചെയ്താലോ? നമുക്കിത് പെഡിക്യൂർ ചെയ്യാം. പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു ബേസിൻ എടുത്തിട്ടുണ്ട്. ഇനി ആ ബേസിനിലോട്ട് ഇളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. പകുതി നാരങ്ങയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. പതപ്പിക്കാവുന്ന നല്ല രീതിയിൽ പതപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പെഡിക്യൂർ ചെയ്യാൻ പോകുന്ന നീനുവാണ് കേട്ടോ. നീനുവിൻ്റെ കാലിലാണ് നമ്മൾ പരീക്ഷ നോക്കുന്നത്. പെഡിക്യൂർ ഹോം മെയ്ഡായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പെഡിക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ആ ഷാമ്പു വെള്ളത്തിൽ നീനു കാലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ആ നാരങ്ങ എടുത്ത് കാലിൻ്റെ വിരലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. 2 കാലുകളും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വിരലുകളുടെ ഇടയിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ വെച്ച് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു ഈർക്കിൽ കഷ്ണം എടുത്തു കേട്ടോ. അതായത് ഈ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി ടൂൾസും കാര്യങ്ങളൊക്കെ ചിലരുടെ കയ്യിൽ കാണും. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഞങ്ങളതിൽ അതൊന്നും ഇല്ല. അതുകൊണ്ടൊരു ഈർക്കിൽ കഷ്ണം എടുത്തിട്ട് ഈ നഖത്തിൻ്റെ ഇടയിലൊക്കെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് കളയാണ് കേട്ടോ ഗൈസ്. എടുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കാല് ആ വെള്ളത്തിൽ തന്നെ എടുത്ത് കുറച്ച് നേരം വെച്ചേക്കണം. ഇങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം വീണ്ടും കാല് ആ വെള്ളത്തിൽ തന്നെ ഒരു 10 മിനിറ്റ് ഇട്ടേക്കണം. 2 കാലിലും ആക്കിയിട്ടുണ്ട് കേട്ടോ. ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പെഡിക്യൂർ ചെയ്യേണ്ട ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഞങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ല. അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈർക്കിൽ വെച്ച് നഖത്തിൻ്റെ ഇടയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മളെ കയ്യിലിപ്പോൾ ചകിരി ഉണ്ടെങ്കിൽ ചകിരി വെച്ചൊന്ന് തേച്ച് കഴുകി എടുക്കാവുന്നതാണ് കാല് കേട്ടോ. പക്ഷേ ഞങ്ങൾ ചകിരി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാധാ ബ്രഷ് വെച്ചാണ് തേച്ചൊരച്ച് എടുക്കുന്നത് കാല്. നല്ല രീതിയിൽ വിരലിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ കാലിൽ തേച്ച് ഉരച്ചതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ കാലൊരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം ഒരു തുണി വെച്ച് തുടച്ച് കളഞ്ഞിട്ട് നമുക്കൊരു പാക്ക് ചെയ്യാം. കാപ്പിപ്പൊടിയും അതുപോലെ നാരങ്ങ നീരും വെച്ചിട്ടുള്ള പാക്കാണ്. 2-3 പാക്ക് വരെ നമുക്ക് കാലിതുപോലെ പെഡിക്യൂർ ചെയ്യാൻ നേരത്ത് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. പാക്കെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് നമുക്കെല്ലാം നീക്കം ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ഒരു രൂപയ്ക്കുള്ള ഒരു ഷാമ്പു മേടിച്ച് ഒരു നാരങ്ങ മേടിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് പെഡിക്യൂർ ചെയ്യേണ്ട ടൂൾസൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും ഇപ്പോൾ നഖം വെട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു കഷ്ണം ഈർക്കിലെടുത്ത് നഖത്തിൻ്റെ സൈഡിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പെഡിക്യൂർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.